ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചില സവിശേഷതകൾ കണ്ടിരുന്നു. 3-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. നോക്കൂ, നമ്മൾ 2-ാം അധ്യായം മുഴുവൻ പൂർണ്ണമാക്കി കഴിഞ്ഞു. എന്നാലും നമുക്ക് ഈ 72 ശ്ലോകങ്ങളും ഓർമ്മിച്ച് വയ്ക്കാനുള്ള കഴിവുണ്ടോ? 72 ശ്ലോകങ്ങളും ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ചുരുങ്ങിയത് നമ്മൾ എല്ലാ ദിവസവും ഓരോ ശ്ലോകങ്ങൾ വീതമെങ്കിലും വായിച്ചുകൊണ്ടേയിരുന്നാലേ നമുക്ക് ഇത് മനസ്സിൽ ഓർമ്മ നിൽക്കുകയുള്ളൂ. ഇത് ഓർമ്മ നിന്നാലേ നമുക്ക് എവിടെയാണോ നമുക്ക് ഈ ശ്ലോകം പ്രയോഗിക്കേണ്ടി വരുന്നത്, നമ്മുടെ മനസ്സ് ഒരു വിഷമത്തിൽ താഴ്ന്നു പോകുമ്പോൾ ആ തളർന്നു പോകുന്ന മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള മാർഗം ഈ ശ്ലോകങ്ങളിൽ ഉണ്ടാവണം. ആ സമയത്ത് ശ്ലോകം ഓർമ്മ വന്നാലല്ലേ നമുക്ക് മനസ്സിൻ്റെ ശ്രദ്ധയെ തിരിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും വായിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞത്. ഇനി ഇവിടെ അർജുനൻ്റെ മനസ്സിലുണ്ടായ സംശയം ഇതാണ്. 2-ാം അധ്യായം മുഴുവൻ കേട്ടു കഴിഞ്ഞതിന് ശേഷവും അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട്. അർജുനൻ മാത്രമല്ല, വളരെ ശ്രദ്ധയോടെ നിഷ്ഠയോടെ എല്ലാ ദിവസവും സാധന ചെയ്തുകൊണ്ട് നമ്മൾ ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലും സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ടാകും. എന്താണ് ആ ചോദ്യം എന്നല്ലേ? ഹേ കൃഷ്ണ, ഞാൻ എൻ്റെ ജീവിത വികാസത്തിന് വേണ്ടി, ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി ഏതു പാതയാണ് സ്വീകരിക്കേണ്ടത്? ഞാൻ സാംഖ്യയോഗത്തിൽ പറഞ്ഞതു പ്രകാരമുള്ള ജ്ഞാനയോഗത്തിൻ്റെ പാത സ്വീകരിക്കണമോ? അതോ കർമ്മയോഗത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണോ? അതോ ജ്ഞാനയോഗവും കർമ്മയോഗവും രണ്ടും എൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കണം? അതോ ഇത് രണ്ടും ഉപേക്ഷിച്ചുകൊണ്ട്, യുദ്ധഭൂമിയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഏകാന്തമായിരുന്ന് സാധനാനുഷ്ഠാനങ്ങൾ, അതായത് ധ്യാനം, പ്രാണായാമം പരിശീലിച്ച് ഈ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം? അർജുനന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മെ തന്നെ ശ്രദ്ധിച്ച് നമ്മോട് ചോദിക്കേണ്ടതാണിത്. ഇനി അഥവാ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ ഇതിനർത്ഥം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ എല്ലാ ദിവസവും കൃത്യനിഷ്ഠമായി നമ്മുടെ സാധനാനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുന്നില്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം എന്നോട് ചോദിക്കാം. അതേ, നോക്കൂ, അങ്ങ് പറയുന്നത് പോലെ സാധനാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ എൻ്റെ ജോലി തിരക്കുകൾ, കുടുംബ പ്രശ്നങ്ങൾ, ജീവിതം തന്നെ ആ രീതിയിലായിപ്പോയി. ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് കുറച്ച് സമയമിരുന്ന് ഗീത പഠിക്കാനോ ധ്യാനം, പ്രാണായാമം പരിശീലിക്കാനോ സമയം ലഭിക്കുന്നില്ലല്ലോ എന്ന വിഷമം പലർക്കും ഉണ്ടാകും. ഇതിനൊക്കെ എവിടെ സമയം കിട്ടാനാണ് എനിക്ക്? അതിനുള്ള ഉത്തരം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഞാനല്ല, ഭഗവാൻ തന്നെ നൽകുന്ന ഉത്തരം എന്താണെന്ന് പറയട്ടെ. നോക്കൂ, വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കൂ. ഒരു ലക്ഷ്യം നേടണമെന്ന് ശുദ്ധമായ മനസ്സോടെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ലക്ഷ്യം തന്നെ നമ്മുടെ ആഗ്രഹമായി തീർന്നു കഴിഞ്ഞാൽ, ആ ലക്ഷ്യത്തെ നേടുന്നതിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാൻ സാധിച്ചാൽ, ആ ലക്ഷ്യം നേടി എടുക്കുന്നതിൽ നിന്നും നമ്മുടെ ജോലിക്കോ കുടുംബത്തിനോ എന്നല്ല, ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ തടയുവാൻ സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? അതുകൂടി നിങ്ങൾ ചോദിക്കണ്ടേ? എന്നാൽ കേൾക്കൂ, എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ കേൾക്കൂ. ആ ലക്ഷ്യം നേടുവാൻ പരിശ്രമിക്കുന്ന നമ്മിൽ സ്വയം ഈശ്വരൻ്റെ ശക്തി തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഏത് നിമിഷം ആ ശക്തിയിലേക്ക് നാം നമ്മളെ തന്നെ സമർപ്പിച്ചു കഴിയുന്നുവോ, ആ നിമിഷം ഈ ഈശ്വര ശക്തി തന്നെ നമ്മെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഓരോ നിമിഷവും സഹായിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. സ്വയം ഭഗവാന്റെ സഹായം കൂടെയുള്ള വ്യക്തി പരാജയപ്പെടുന്നത് എപ്രകാരമാണെന്ന് നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിക്കൂ. ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ഒരു പരാതി നീങ്ങിക്കിട്ടും. ഏതു പരാതി? എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായതുകൊണ്ട് എനിക്ക് ഗീത പഠിക്കാനോ സാധന ചെയ്യാനോ സമയം കിട്ടുന്നില്ല എന്ന നമ്മുടെ ന്യായീകരണത്തിനുള്ള ഭഗവാന്റെ മറുപടി ഇതാണ്. തോ അബ് ആപ് ലോഗ് കഹിയേ കി ആപ് പ്രയത്ന കരേഗ യാ നഹി. ഇനി നിങ്ങൾ പറയൂ, പരിശ്രമിക്കാൻ ശ്രമിക്കുമോ അതോ ഇല്ലേ? ഇനി ഏത് ജോലി ആയാലും, എത്ര തിരക്കുണ്ടെങ്കിലും ശരി, രാവിലെ ഒരു 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഈ സാധന അനുഷ്ഠിക്കാനുള്ള സമയം എല്ലാവർക്കും ലഭിക്കില്ലേ? ലഭിക്കുമോ ഇല്ലയോ? പറയൂ. പക്ഷേ എണീക്കാൻ നമ്മൾ തയ്യാറാണോ? അപ്പോൾ തെറ്റാരുടെ ഭാഗത്താണ്? നമ്മുടെ ഭാഗത്താണോ
അതോ നമ്മുടെ തലയിലെഴുത്താണോ? തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. തെറ്റ് എൻ്റെ ഭാഗത്താണെങ്കിൽ എൻ്റെ ഭാഗത്തുള്ള തെറ്റ് തിരുത്തിയാലല്ലേ എനിക്ക് ഉയരാൻ സാധിക്കൂ. അപ്പോൾ എൻ്റെ തെറ്റ് ഞാൻ എപ്പോൾ തിരുത്തണം? നാളെ തിരുത്തിയാൽ മതിയോ? അതോ അടുത്ത ആഴ്ച തിരുത്തിയാൽ മതിയോ? അതോ അടുത്ത മാസം തിരുത്തിയാൽ മതിയോ? അതോ ഈ നിമിഷം തന്നെ അത് തിരുത്തിയെടുക്കണോ? അത് നിർണ്ണയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഏത് നിമിഷം നാം നമ്മുടെ തെറ്റുകളെ തിരുത്താൻ ഒന്ന് പരിശ്രമിക്കുന്നു, അത്രയേ വേണ്ടൂ. ആ നിമിഷം തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം, ഒരു ഉറപ്പ് നമുക്ക് സ്വയം ലഭിക്കാൻ തുടങ്ങും. ആ ഒരു മനസ്സോടെ ഈ ഗീതയെ പഠിക്കുമ്പോൾ ഈ ചോദ്യം നമ്മുടെ മനസ്സിലും ഉണ്ടാകും. വരൂ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഏതു മാർഗം ഞാൻ സ്വീകരിക്കണം? ജ്ഞാനയോഗം, കർമ്മയോഗം, അതോ രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ പ്രയോഗിക്കണോ? ഈ രണ്ടും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ യുദ്ധഭൂമിയിൽ നിന്നും മാറിപ്പോകണം? ഈ സംശയത്തിനുള്ള ഉത്തരം നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു, ഓരോ വ്യക്തിയും ജീവിതത്തിൽ കർമ്മങ്ങളിലൂടെയും കടന്നു പോകണം. സമയമാകുമ്പോൾ കർമ്മങ്ങളെ ഉപേക്ഷിക്കുകയും വേണം. അത് ഓരോ വ്യക്തിയുടെയും യോഗ്യതയ്ക്ക് അനുസരിച്ച് മാത്രം. ഈ നിമിഷം നമുക്കൊരു ശരീരം, നമുക്കൊരു മനസ്സ്, ബുദ്ധി, ഈ നിമിഷം നാം ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കർമ്മം നാം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഒരു നിമിഷം പോലും നമുക്ക് ഒന്നും ചെയ്യാതെ, ഒന്നും ചിന്തിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവണം. ഇനി ഉറക്കത്തിലായാലും ശരി, ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ എല്ലാ പ്രവൃത്തികളും അവസാനിക്കണമെങ്കിൽ നമുക്ക് ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ജനിച്ച നിമിഷം മുതൽ നാം ശരീരം ഉപേക്ഷിക്കുന്നതുവരെ നാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അജ്ഞാനം കാരണം, ശാസ്ത്രത്തിൽ ഇതിനെ പറയുന്നത് മായയുടെ ആവരണം കാരണം, നമുക്കറിയാൻ സാധിക്കുന്നില്ല നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കു പിന്നിലും ഉള്ള പ്രേരണ എന്നത് നമ്മുടെ ഞാൻ എന്ന അഹങ്കാരത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. നമ്മുടെ യഥാർത്ഥ ജീവിത വികാസത്തിലേക്ക് നയിക്കുന്നതല്ല നമ്മുടെ കർമ്മങ്ങൾ. അത് തിരിച്ചറിയാൻ എന്തു ചെയ്യണം? സാധന ചെയ്യണം. എനിക്ക് സാധനയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് വേറെ കുറേ ജോലികൾ ഇവിടെ ചെയ്യാനുണ്ട് എന്ന രീതിയിൽ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ മനസ്സിനെ അവഗണിച്ചു കൊണ്ടിരുന്നാൽ ഈ മനസ്സ് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അത് നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കും. എന്നിട്ട് നമുക്കുണ്ടായ വിഷമങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരു ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടേയിരുന്നാൽ നമ്മുടെ സന്തോഷം, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി നാം ജീവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് തൃപ്തി വരികയല്ല അവിടെ ചെയ്യുന്നത്. പുതിയ പുതിയ ആഗ്രഹങ്ങൾ രൂപപ്പെട്ട് വീണ്ടും നമ്മൾ ആ മോഹങ്ങളുടെ പുറകെ സഞ്ചരിച്ചുകൊണ്ട് മനസ്സിൻ്റെ യഥാർത്ഥമായ ശാന്തി, സമാധാനം നഷ്ടമായിക്കൊണ്ടിരിക്കും. വാസനകൾ വീണ്ടും വീണ്ടും അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കും. വാസനകൾ എന്ന് പറഞ്ഞാൽ ഒരു തവണ നാം അനുഭവിച്ചു കഴിഞ്ഞതിനെ വീണ്ടും അനുഭവിക്കണമെന്ന നമ്മുടെ ആ ഒരു പ്രേരണയുണ്ടല്ലോ, ഒരു ത്വരയുണ്ടാകും നമ്മുടെ മനസ്സിൽ. പല വഴികളിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. വാസന പ്രേരിതമായി ഈ മനസ്സിൻ്റെ അടിമകളായി നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇതിനെ തടയാൻ എന്തു വേണം? അനുഷ്ഠാനം പരിശീലിക്കണം. ധർമ്മത്തിൻ്റെ പാതയിലേക്ക് വീണ്ടും നാം തിരികെ വരണം. ധർമ്മം അനുഷ്ഠിക്കണം. നമ്മൾ പണ്ട് സ്കൂളുകളിലും കുട്ടികളെ പഠിപ്പിച്ചിരുന്നില്ലേ? സത്യം വദ, ധർമ്മം ചര, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ധർമ്മം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധന കൃത്യനിഷ്ഠമായി നാം കൊണ്ടു നടക്കണം എന്നാണ് അർത്ഥം. തിങ്കളാഴ്ചയാണ് ഭഗവത്ഗീത ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അതിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരല്പം വൈകിയത്. ഇനി വളരെ സന്തോഷപൂർവ്വം ഒരു കാര്യവും കൂടി ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. നമ്മുടെ ശ്രീമദ് ഭാഗവത മഹാപുരാണ ഭാഗവതത്തിലേക്ക് നാം ഈ വ്യാഴാഴ്ച മുതലാണ് പ്രവേശിക്കുവാൻ പോകുന്നത്. എല്ലാ തിങ്കളാഴ്ചകളിലും ഭഗവത്ഗീതയും എല്ലാ വ്യാഴാഴ്ചകളിലും ഭാഗവതം ക്ലാസ്സുകളും ഉണ്ടായിരിക്കും ഇനി മുതൽ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കൂ.
ഇനി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിനും ഒട്ടും സംശയിക്കേണ്ടതില്ല. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാൻ ഒട്ടും മടിക്കരുത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരി ഓം, പ്രണാമം.